സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്ന ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സും. രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അമിതമായി കുറയുകയോ ചെയ്താൽ ഏതൊക്കെ സ്ട്രാറ്റജിയാണ് നോർമലായിട്ട് ഫോളോ ചെയ്യേണ്ടത്? നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ 5 മുതൽ 10 വർഷത്തിൽ കൂടുതലാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് സ്റ്റോക്ക് മാർക്കറ്റ് കൂടുകയോ സ്റ്റോക്ക് മാർക്കറ്റ് കുറയുകയോ ആകാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ റീബാലൻസിങ് ആണ്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുക, വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, അത് അപ്വേഡ് ആകാം ഡൗൺവേഡ് ആകാം, ഇങ്ങനെ വരുന്ന ചേഞ്ചസുകൾ കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ പല സമയങ്ങളിലും റീബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 50% ഇക്വിറ്റിയിലും 50% ഡെറ്റ് പ്രോഡക്റ്റുകളിലുമാണ് നിങ്ങളുടെ ഒറിജിനൽ അസറ്റ് അലോക്കേഷനെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അമിതമായി കൂടുന്ന ഒരു സാഹചര്യത്തിൽ പല സമയങ്ങളിലും നിങ്ങളുടെ ഇക്വിറ്റിയിലുള്ള അലോക്കേഷൻ 50%-ന് മേളിൽ വരാം, 60%-ഓ 65%-ഓമായിട്ട് പലപ്പോഴും കൂടാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്ത് കൂടുതലായിട്ടുള്ള ഇക്വിറ്റി പോർഷൻ വിറ്റ് അത് ഡെറ്റിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലും ഇത് സംഭവിക്കാം. നിങ്ങളുടെ ഇക്വിറ്റിയിലുള്ള അലോക്കേഷൻസ് കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഡെറ്റിലുള്ള അലോക്കേഷൻസ് കൂടിയിരിക്കാം. ആ സാഹചര്യത്തിലും നിങ്ങളുടെ ഒറിജിനൽ അസറ്റ് അലോക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് റീബാലൻസിങ് ചെയ്യേണ്ടത് വരും. റീബാലൻസിങ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമല്ല. സാധാരണയായിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ക്വാർട്ടർലി ബേസിസിലോ ഹാഫ് ഇയർലി ബേസിസിലോ ഈവൻ ആനുവൽ ബേസിസിലോ ചെയ്യാവുന്നതാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ആവറേജിങ് ആണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് പലപ്പോഴും വരുന്ന ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസുകൾ അത് മുതലാക്കി നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ആവറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെയർ മാർക്കറ്റ് അമിതമായി കുറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും മാർക്കറ്റ് റിക്കവറി ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ഗെയിൻ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയുകയും മാർക്കറ്റ് പിന്നീട് റിക്കവറി ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കോസ്റ്റും അതേപോലെ മാർക്കറ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാകുകയും നിങ്ങൾക്ക് കൂടുതൽ ഗെയിൻ ലഭിക്കുകയും ചെയ്യും. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാനിക് സെല്ലിംഗ് ആണ്. ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന വിലയിടിവുകൾ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളെ അധികം അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലെയുള്ള ഇടിവുകൾ സംഭവിച്ചാൽ പാനിക്കായിട്ട് നിങ്ങളുടെ ഇക്വിറ്റി ഹോൾഡിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയറുകളോ വിൽക്കാൻ ശ്രമിക്കാതിരിക്കുക. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ചെയ്യാനുള്ളത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർ പ്രോപ്പറായിട്ടുള്ള അസറ്റ് ക്ലാസ്സിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങളാണോ, നിങ്ങൾ എടുക്കുന്ന റിസ്കിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺസ്, അതായത് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റാവുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങളാണോ നിങ്ങൾ നടത്തിയിരിക്കുന്നത് ഉള്ള കാര്യങ്ങൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് നിങ്ങൾ പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്ത് ഏതെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് ടൈംലി ബേസിസിൽ ചെയ്യേണ്ടതാണ്. നിങ്ങളൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്ററാണ്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിവിടെ കൂടുതൽ റിസ്ക്കാണ് എടുക്കുന്നത്. കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഷോർട്ട് പീരീഡിലേക്കാണെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ചാഞ്ചാട്ടങ്ങൾ അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ അഫക്റ്റ് ചെയ്യുവാനും പല സമയങ്ങളിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂവിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ കുറവ് വരാനായിട്ടുള്ള സാഹചര്യവും ഉണ്ടാക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ
തീർച്ചയായിട്ടും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായ ഷെയർ മാർക്കറ്റിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ അയാൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇക്വിറ്റിയിലുള്ള എക്സ്പോഷർ മാക്സിമം കുറയ്ക്കുക. ഡെറ്റ് പ്രോഡക്റ്റുകളിലും അതേപോലെ ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് ലഭിക്കാവുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകളിലുമായിരിക്കണം അദ്ദേഹത്തിൻ്റെ അസറ്റ് അലോക്കേഷൻ്റെ മേജർ പോർഷനും പോകുന്നത്. ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് നെഗറ്റീവ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നഷ്ടത്തിൽ വിൽക്കേണ്ടതായിട്ട് വരും. ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഫ്രീക്വൻ്റ് ആയിട്ട് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഹാഫ് ഇയർലി ബേസിസിലോ റിവ്യൂ ചെയ്താൽ മതി. എന്നാൽ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ബൈ വീക്ക്ലി ബേസിസിലോ മന്ത്ലി ബേസിസിലോ റിവ്യൂ ചെയ്യുകയും അസറ്റ് അലോക്കേഷനിൽ വേണ്ട ചേഞ്ചസുകൾ വരുത്തേണ്ടതുമാണ്. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ്. നമ്മളൊരു സെക്യൂരിറ്റി വാങ്ങി അത് ദീർഘകാലത്തേന് കീപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സാധാരണയായിട്ട് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പല ഇൻവെസ്റ്റേഴ്സും ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫൈനാൻഷ്യൽ അസറ്റ് അതേപോലെയുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ എന്ന് ആദ്യം തന്നെ തീർച്ച വരുത്തുക. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റുകൾക്കും ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പല ഇൻവെസ്റ്റ്മെൻറ്റുകളും മാറി വരുന്ന സാഹചര്യങ്ങളനുസരിച്ചിട്ട് വിൽക്കുകയോ വാങ്ങുകയോ അതിൽ ഫർദറായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുകയോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്യൂരിറ്റി വാങ്ങി നിങ്ങൾ ദീർഘകാലത്തേനാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ സെക്യൂരിറ്റി ദീർഘകാലത്തേന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി ആണോ എന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പുവരുത്തുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. പല സമയങ്ങളിലും വലിയ തോതിലുള്ള ഇടിവ് നമ്മുടെ സെൻസെക്സിലും നിഫ്റ്റിയിലും സംഭവിച്ചിട്ടുണ്ട്. ഇത് ചില കാറ്റഗറിയിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സിന് പാനിക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഹോൾഡിങ്സ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ഷെയറുകളോ വിറ്റ് അവർ നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ് നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സുകൾ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കുറേ നാളുകളായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് മോഡിലാണ്. അപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇടിവിന് സഹായിക്കുന്നതും ഇതേപോലെയുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. റീസെൻ്റായിട്ട് നടന്ന ചില ഡെവലപ്മെൻറ്റുകൾ, US സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ന്യൂസ്, ജപ്പാനിൽ ബാങ്ക് ഇൻട്രസ്റ്റ് കൂട്ടിയ സാഹചര്യം, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ SIPയിലുള്ള നിക്ഷേപങ്ങൾ. ആംഫയുടെ കണക്കനുസരിച്ചിട്ട് ഓരോ മ്യൂച്വൽ ഫണ്ടുകൾക്കും SIPയിൽ നിക്ഷേപമായി ലഭിക്കുന്നത്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പല സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യാം. നിങ്ങളൊരു മീഡിയം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഡ്യൂറേഷനിലേക്കാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. കഴിഞ്ഞ 3 വർഷത്തിന് മുന്നേ ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു 16 മുതൽ 20% വരെയുള്ള ആനുവൽ റിട്ടേൺസ് നല്ല സ്റ്റോക്കുകളിലോ നല്ല മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തിയവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ലഭിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അവരെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ലഭിച്ച പ്രോഫിറ്റ്, അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അവർക്ക് സേഫായിട്ട് മാർക്കറ്റിൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഷോർട്ട് പീരീഡിലേക്കോ മീഡിയം പീരീഡിലേക്കോ ആണെങ്കിൽ മാത്രമാണ് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുള്ളൂ. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എഫക്റ്റ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ
നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.